ഹേ വാട്സ്ആപ്പ് ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ജ്വല്ലറി റോബറി ആണ് ഗൈസ്. അപ്പൊ നമ്മുടെ മൈക്കിളിന് അവിടെ ഒരു ബോട്ട് കത്തിച്ചപ്പോ ബോട്ട് മേടിക്കാൻ വേറെ പൈസ ഇല്ല. അപ്പൊ നമ്മള് വീണ്ടും കൽപ്പിച്ച് നമ്മൾ ഇനി ഒരു ജ്വല്ലറി അങ്ങ് റോബ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് വ്യക്തമായ ഒരു പ്ലാനും ഐഡിയയും വേണം. അതില്ലാണ്ട് അതിന്റെ ഇടയ്ക്കത്ത് വന്നു കഴിഞ്ഞാൽ അവർ മാറി ഇന്ന് മുമ്പിക്കൊള്ളാൻ പറയും ഗൈസ്. അപ്പൊ നമ്മുടെ വ്യക്തമായ പ്ലാന് വേണ്ടി നമ്മൾ നമ്മുടെ ലെറ്ററിൽ എടുത്തിട്ട് നമുക്ക് ചെല്ലണം. അത് ചെന്നിട്ട് വേണം നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട്. നമ്മുടെ ലെസ്റ്ററിന്റെ അടുത്ത് വിടുന്ന നമ്മുടെ ലെസ്റ്ററിന്റെ നല്ല ഒരു ദൂരം ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് ബൈക്ക് ഓടിച്ചെത്തുമെന്ന് പറഞ്ഞാൽ വീഡിയോ മൊത്തം അത് കാണിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഇനി ബാക്കിൽ ലെസ്റ്ററിന്റെ അവിടെ എത്തിയിട്ടുള്ള ക്ലിപ്പ് കാണിച്ചത്. അപ്പൊ അവിടെ ഏറെക്കുറെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഒരു വളവും കൂടി നിന്ന് കഴിഞ്ഞാൽ ലെസ്റ്ററിന്റെ വീട് എത്തിയ. അപ്പോൾ ഞങ്ങൾക്ക് ലെസ്റ്റർ അവൻ്റെ മൂട്ടിയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി അവൻ എവിടെ കൊണ്ടേ വീട് വെച്ചെങ്ങനെയെന്ന് അറിഞ്ഞില്ലേ? എന്റെ പൊന്നു, ഇവിടുന്ന് ചന്ത വരെ പോലെ ഇത്ര ദൂരമല്ല. ഗവൺമെന്റ് ഫാക്ടറി. അപ്പൊ നമുക്കിനി ഇത് പ്ലാൻ ചെയ്യണം ഇനി. അപ്പൊ നമുക്കൊരു എനിക്ക് ബോധം റോബർ ചെയ്യാണ്ട് എനിക്ക് പറ്റത്തില്ല. അപ്പോ ജ്വല്ലറി റോബ് ചെയ്യാൻ തന്നെയാണ് എന്റെ പ്ലാൻ. നിങ്ങളതിൽ കൂടുവോ? പോലീസിന്റെ കാര്യമാണെങ്കിൽ നീ നോക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഇനി ഒരു പക്ഷേ ഇല്ല. എനിക്ക് ഈ റോബറി ചെയ്തേ പറ്റൂ. ഇതിലെങ്കിൽ എന്റെ നിലപാട് തന്നെ തെറ്റിപ്പോ. അപ്പൊ നമ്മുടെ ടീം നമ്മളെ പഴയ ബാങ്ക് റോബറി ചെയ്ത് ടീമും കൂട്ടരില്ലേ, നമുക്ക് അവരെ തന്നെ വിളിക്കാം. നമ്മുടെ ഓൾഡ് ഫ്രണ്ട്സ് അവരാകുമ്പോ നമുക്ക് പരിചയമുണ്ടല്ലോ, പൊതുവിലെ പ്രശ്നമാവില്ല. അവരാണ് നമുക്ക് വിശ്വസിച്ച് കാര്യമില്ല. അവരെ നല്ല ബൈക്ക് റൈഡേഴ്സാണ് കേട്ടെ. അപ്പൊ അന്നത്തെ പോലോ എന്തായാലും ബാ, നീ റോബറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജ്വല്ലറി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അവിടെ ക്യാമറ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വരാം. നേരം ബാ, വണ്ടി കയറി നോക്കിയിട്ട് വരാം. ബാ ബാ ബാ. നമ്മുടെ ലെഫ്റ്റിൽ അങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മള് ഉദ്ദേശിക്കുന്ന നമ്മുടെ ജോസ്കാൻ ജ്വല്ലേഴ്സ് അവിടെ ചെന്നിട്ട് അവിടെ എത്ര ക്യാമറ ഉണ്ടെന്നൊക്കെ എണ്ണീട്ട് വേണം നോക്കി. കുറെ ഉണ്ട്. അപ്പൊ അവിടെ ഏറെക്കുറെ അവിടെ എത്താറായിട്ടുണ്ട്. ജ്വല്ലറി ആയിട്ടാണ് ലോബറി ഉള്ളത്. സ്പ്രേയുടെ കാണാണ് നമ്മള് മോഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ജോസ്കൻ ജ്വല്ലേഴ്സ്. 198 വർഷത്തെ പാരമ്പര്യം. ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്കുള്ളതാണ്. എല്ലാം നമ്മുടെ വീട്ടിലേക്കുള്ള ജ്വല്ലറിയാണ്. ഒരു റിങ് വേണമായിരുന്നല്ലോ, അടുത്ത എൻഗേജ്മെന്റ് ആണ്. അപ്പൊ ഒന്നും പറഞ്ഞേക്കെ, അവളുടെ ടേസ്റ്റ് എന്നതാ? അവളുടെ ടേസ്റ്റ് ചീപ്പ്. എനിക്കറിയാൻ മേല. നിങ്ങൾ പറഞ്ഞ സെലക്ട് ചെയ്ത് തന്നാലും മതി. ഈ റിങ്ങാണ് ചേർന്നുണ്ടെന്നാണ് എനിക്ക്. ഈ സ്വർണമെല്ലാം ഒറിജിനലാണോ അതോ വരവാണോ ഇനി? ഇതെല്ലാം പെർഫെക്റ്റ്ലി 916 സാധനങ്ങളാണ്. ഇഷ്ടമുള്ള സാധനം, ഒന്നും ഒരു കുഴപ്പമില്ല. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, എനിക്ക് പറ്റിയ സാധനം ഉണ്ടോ എന്ന്. ഞാൻ മൊത്തം ഒന്ന് നോക്കിയിട്ട് പറയാം വേണ്ടത്. ഇപ്പൊ തന്നെ വരാം. ഓക്കെ. ഇനി കരച്ചിൽ വരുമ്പോ എന്നോട് പറയണം.
നിന്റെ കണ്ണീരാവുന്ന പൗഴമുത്തെടുത്ത് ചിപ്പിലിട്ട് സൂക്ഷിക്കാനാ. ഒന്നെനിക്കറിയാം, ഇളം കാറ്റിൽ നിന്റെ മുടി ഇങ്ങനെ ഇളകുമ്പോൾ എന്റെ മനസ്സിൽ വീശുന്നത് കൊടുങ്കാറ്റാണ്. അപ്പൊ ഗൈസ്, സാധനങ്ങളൊന്നും വരവല്ല. നമുക്കപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് അടിച്ചു മാറ്റണം. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ വരെ ഒന്ന് ചോദിച്ചത്. ക്യാമറയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഗൈസ്, ക്യാമറയുടെ ഫോട്ടോ. അപ്പം നമുക്കിനി CCTV ഒരു പ്രശ്നമാവരുത്. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ലെഫ്റ്ററിന് ഈ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇനി കാറിലേക്ക് ഞങ്ങൾ 4 ഫോട്ടോ എടുത്തിട്ടുണ്ട്. സിസ്റ്റം അലാറം അടിക്കും ഗൈസ്. കാറിലേക്ക് തിരിച്ചു വരാൻ നമുക്കവിടുന്ന് ഇവിടെ പറയുന്നുണ്ട്. നമുക്കിനി കാറിലേക്ക് തിരിച്ചു പോകും ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ കാർ എവിടെയായിട്ടുണ്ട്? ചാടിച്ചാടിപ്പോയി. ഇതിനൊക്കെ പറ്റില്ലായിരിക്കും. ചാടിച്ചാടിപ്പോയി. അപ്പോൾ ഗൈസ്, നമുക്കിനി ജ്വല്ലറിയുടെ റൂഫിൽ കയറാനുള്ള ഒരു വഴി നമുക്ക് നോക്കണം. നമുക്കിനി ആ റൂഫിൽ കയറാനുള്ള വഴി നോക്കാം ഗൈസ്. നമ്മളത് കുറച്ച് ഓടിച്ചു വിടാം. റൂഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റിൽ കൊണ്ട് വേണം റൂഫിൽ കയറിയിട്ട് ഇറങ്ങാൻ. ആദ്യം പറഞ്ഞ പോലെ വീഡിയോ മൊത്തം റൂഫിൽ ഇറങ്ങാൻ ആവശ്യമില്ല. നമ്മളതിൻ്റെ ഫൈനലി അതിൻ്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കുക. അപ്പം തൊട്ടപ്പുറത്ത് തന്നെ പോലീസ് സ്റ്റേഷനാണ്. ഇറങ്ങി വഴി തന്നെ പോസ്റ്റർ അടിക്കുമെന്നാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ഫോട്ടോ മൊത്തം എടുത്ത് നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് നോക്കാം. പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേട്ട് ഉള്ള കേസിൽ കണ്ടെയ്നർ ഇത് അപ്പുറത്തെ ബിൽഡിംഗ് ആണ് ഗൈസ്. അപ്പം റോബറി ചെയ്യുന്ന ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കണ്ടെയ്നർ ഇതാണ്. ഓക്കെ ഗൈസ്, നമ്മളതിൻ്റെ ഫോട്ടോ എടുക്കുന്നു. നമ്മൾ താഴത്ത് ഇറങ്ങട്ടെ. ഓടിച്ചിട്ട് ഗൈസ്. ഈ കാര്യം ശ്രദ്ധിക്കും. ഇത്തരം പേര് ഓടിക്കണം അങ്ങ് ചാടി പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ. അപ്പൊ നമുക്കിപ്പോ ഫോട്ടോ ആയി എല്ലാം ആയില്ലേ. ഇപ്പൊ നമുക്കിനി നമുക്കിത് ചുമന്നുകൊണ്ടിരാൻ പറ്റില്ലല്ലോ ഇത്ര സ്വർണ്ണം. അപ്പൊ നമുക്കിത് ട്രക്ക് കിടക്കുന്നത് അങ്ങ് കൊയിലാണ്ടിയിലാണ്. ഇനി അത് എടുത്തിട്ട് വരാം. അത് ട്രക്ക് എടുക്കാൻ പോകുന്ന ക്ലിപ്പ് 20-25 മിനിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അത് മൊത്തം കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിനി ട്രക്ക് നമുക്ക് ഇവിടെയാണ് നമ്മൾ ഇട്ടേക്കണം. അപ്പോൾ ഈ ട്രക്കാണ് നമുക്ക് വേണ്ടത്. എന്നത് ഇവിടെ ഞാൻ എന്താ രാജാവടാ. നമുക്ക് ഇനി ഈ വണ്ടിയാണ് നമുക്ക് വേണ്ടത്. ഈ വണ്ടിയിലാണ് നമ്മുടെ ബൈക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമ്മൾ റോബറിക്ക് വേണ്ടി നമുക്ക് 3-4 പേരെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി നമുക്ക് വേണം. പിന്നെയും പറയും ഫിലിപ്പിന്റെ പറി. അവസാനം പോലീസ് 2 സ്റ്റാർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നെ എഴുതിയിട്ട് വന്നു എന്നിട്ടാണ് 3 സ്റ്റാർ. അത് കുറെ സ്റ്റിക്ക് ചെയ്തിടാം. എത്ര നേരം നോക്കിയാൽ പോലീസ് പുറകെ വന്നത്. അങ്ങനെ നമ്മൾ കുറെ നേരത്തെ പരിശോധന ചെയ്ത് നമ്മളെ പോലീസിനെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സാധനം നമുക്ക് നമ്മുടെ ലെഫ്റ്ററിന്റെ വീട്ടിൽ കൊണ്ടേ പാർക്ക് ചെയ്യണം. അയ്യോ, ഇവിടെ നിന്ന് എന്ത് ദൂരാണ്. അപ്പൊ നമുക്ക് ഒരു വണ്ടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള വണ്ടി വേണം. നമ്മുടെ ബൈക്കൊക്കെ ഇനി നമുക്ക് ഇത് നമ്മുടെ പൈസ മോഷ്ടിക്കാനുള്ള ബൈക്ക് വണ്ടിയായിരുന്നു. നമുക്ക് ഒരു ബൈക്ക് വണ്ടി കൂടി വേണം. അത് വണ്ടി എടുത്തേക്കാണ്. ഇപ്പൊ പോയതാ വണ്ടിയല്ലേ. പിടിക്ക് വണ്ടി വണ്ടികൾ
അതേ പോണത് അപ്പോൾ വണ്ടീനെ പിടിക്കാം. ആദ്യം വടി വെച്ചപ്പോൾ വണ്ടി ഒരു പറന്നു പോയി. ആ സിറ്റി മൊത്തം കറങ്ങിയിട്ട് വന്ന ഇനിയിപ്പോൾ ഞാനത് നിർത്താൻ പറ്റുമോ നോക്കാം. എന്നിട്ട് പുനരാന നെഞ്ചി കയറ്റി നിർത്തും. വണ്ടിയിൽ പോലീസ് 1 സ്റ്റാർ അടിച്ചു. അവരെന്നെ വെടിവെച്ചിട്ട് 1 സ്റ്റാർ എനിക്ക്. പോലീസിനെ വിളിച്ചു കൊടുത്താലോ, അവനെ കാണിച്ചു കൊടുത്താലോ നമുക്ക്? വേണ്ട, ഒരാളെ ഞാൻ പോലീസിനെ കാണിച്ചു കൊടുത്താൽ ആ പോലീസ് എന്നെ വെടിവെച്ച് വന്നിട്ട്. ഇപ്പോൾ 1 സ്റ്റാർ ഉണ്ടെങ്കിൽ പിടിന്ന് പൊക്കോളൂ. ഇപ്പോൾ ഈ വണ്ടിയും നമ്മുടെ ലെഫ്റ്ററിൻ്റെ ഗ്യാരേജിൽ കൊണ്ട് നിർത്താം. പോലീസ് 1 സ്റ്റാർ കിട്ടുന്നില്ല. 1 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എടാ ഇനി ഇത് എവിടെയാണ് കൊണ്ട് നിർത്തണ്ടേ? ലെസ്റ്ററിന്റെ ഗ്യാരേജിൽ തന്നെയല്ലേ? അപ്പൊ ഇത് ലെസ്റ്ററിന്റെ ഗ്യാരേജ്. അപ്പൊ നമ്മുടെ ഗ്യാങ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി റോബറിക്ക് പോകാനായിട്ട് ഒരു ഗ്യാങ് ഉണ്ട്. ഈ വണ്ടിയും കൂടി വന്നാലാണ് ഇനി നമുക്ക് അവരെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇനി റോബറിക്ക് ആവശ്യമുള്ള സാധനങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. വണ്ടിയല്ല, അപ്പൊ എല്ലാം വണ്ടിയായി. ഇനിയിപ്പോ ലെസ്റ്ററിനെ വിളിച്ച് പറയാം വണ്ടിയെല്ലാം. I got the good night gas. That's everything we need. I'll put out word that the score is ready to go. വിളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗ്യാങ്ങിലെ പിള്ളേരെയൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി അതിലേക്ക് കിടക്കാം. നോക്കാം. നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്ലാനൊന്നുമല്ല. നമ്മൾ ആ ജ്വല്ലറി ചെല്ലുന്നു, അവൻ മേളിൽ നിന്ന് ഗ്യാസ് ബോംബ് ഇടുന്നു, അവിടെ മൊത്തം ഇതാക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഫോഴ്സ് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി സ്വർണ്ണം എല്ലാം നമ്മൾ അതിനകത്തുനിന്ന് ഇങ്ങനെ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു, ബൈക്കിൽ കയറി നമ്മൾ ആ കണൽ വഴി പോകുന്നു. അപ്പൊ നമ്മളെല്ലാം പറയൂട്ടോ, അതിന് നമ്മളെല്ലാം മനുഷ്യനോട് തേച്ചേക്കുമല്ലോ. എന്നാഴ്ചയായിരുന്നു അത് കൂടെ തേച്ചാൽ മതി. ഞാൻ പറഞ്ഞേക്ക്, എല്ലാവരും സാവകാശം ചെയ്തേച്ചാൽ മതി. ആരും ദുരത്തി പിടിക്കാന ബൈക്കിൽ കയറി ആവശ്യൂ കിട്ടോ. അതേപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ കള്ളക്കളവനുള്ള മോട്ടിവേഷനോടെയും ഗവൺമെന്റാണ്. അപ്പൊ എല്ലാവരും എല്ലാവർക്കും ഈക്വൽ ഷെയർ. നമ്മുടെ ആകെ ലക്ഷ്യം അവിടെ ഇരിക്കുന്ന മാലയും സ്വർണവും അതെടുത്താൽ മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. നമ്മുടെ കടങ്ങൾ കിട്ടും. നമ്മുടെ ഗ്യാങ്ങിനെ നമ്മളങ്ങ് മോട്ടിവേറ്റ് ചെയ്ത് വന്നപ്പോഴാണ് കള്ളക്കളവൻ അതും പറഞ്ഞുകൊണ്ട് വന്നു. ഗ്യാങ് കയറ്റി നമുക്കിനി നമ്മുടെ ആളെ അവിടെ കൊന്നു വിടണം. ഈ കാറിലാണ് നമ്മൾ പോകുന്നത്. ഈ കാറ് പോകുമ്പോൾ നമ്പർ പ്ലേറ്റ് ഇല്ല. നമ്മുടെ പോലീസിന്റെ കണ്ണിപ്പെടാണ്ട് വേണം നമുക്ക് അവിടെ. അപ്പൊ നമുക്കിനി ബാക്കി അവിടെ ചെന്നിട്ട് നോക്കാം. അത് നല്ല ദൂരമുണ്ട്. ബാങ്കല്ല. Alright, you got it down? Alright, when the gas is in the ventilation system, give us the word. ധൈര്യം കണ്ടുപിടിച്ച് അകത്തിട്ട് കയറിക്കും. I got it. നമുക്കതിൻ്റെ മേളിൽ കയറണമല്ലോ. അത് നല്ല ലാഗായിരിക്കും അത് മൊത്തം കാണിച്ചാൽ. അത് നമുക്ക് ഇച്ചിരി അങ്ങ് സ്കിപ്പ് ചെയ്ത് വിടാൻ. അതിൻ്റെ മേളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾക്ക് ഇനി തന്നെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ വന്നിരിക്കുന്ന ഗ്യാസ് ബോംബ് ആ എയർ കണ്ടീഷണറിൻ്റെ അകത്തായിട്ട് ഇറങ്ങണം. Perfect, okay. To stand. That was it. Perfect, You okay. love her. Well, I love her a lot. I just wasn't thinking it was. Think about it like this. I mean, I always say that. I told him to fix that goddamn AC. What's going on? ഇനി എല്ലാരും ഒറ്റ മൈൻഡ്. എല്ലാരും കേറുന്നു, ചില്ല് പൊളിക്കുന്നു, എടുക്കുന്നു, പിടിപിടിന്ന് എടുത്തോ. ഒരു 60 സെക്കൻഡ് ഉണ്ട് കേട്ടോ. പിടിപിടിന്ന് എടുത്തോ. ചിലപ്പോ ഒളിച്ചിരിക്കണ ഇവനൊക്കെ പിടിപിടിന്ന് എടുക്കുക. അത്
തല്ലി പൊട്ടിക്കുക എടാ മണ്ട പിടിപിടിന്ന് പൊട്ടിക്ക് 60 സെക്കൻഡേ ഉള്ളു. പൊട്ടിക്ക് അതൊന്ന് മൊത്തം എടുത്തേ നമ്മുടെ പുറത്ത് ബൈക്ക് പാർക്ക് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ആ ബൈക്ക് കയറിയിട്ട് അവിടുന്ന് 110 പറഞ്ഞോട്ടോ. ഇവിടെ ഇവരെ എന്താ പലഹാരം എടുക്കണേ. അവിടെ അവിടെയല്ല അകത്ത് പോവാം. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, ശിവനെ ഇത് ജില്ല. അപ്പൊ നമ്മൾ ഇനി എല്ലാരും ഒറ്റ ഇതിലേക്ക് പോട്ടോ, ആരും വഴി തെറ്റി പോയത്. ഇവിടെ നേരെ പോയിട്ട് നേരെ അവിടുന്ന് എടാ മുമ്പിൽ പോണ വഴിയില്ല മോടാ. പോസ്റ്റാറൊക്കെ അടിച്ചേക്കണേ, ജ്വല്ലറി അടിച്ചു വെച്ചിട്ട്. അങ്ങനെ ആംബുലൻസ് ഒക്കെ ഇടിക്കാൻ വേണ്ടത്. അതെ പോലീസ് ഞാൻ നിന്റെ പുറകെയാണോ വരുന്നത്? വൈശാഖിന്റെ വഴി എല്ലാത്തിന്റെ വഴി പിടിച്ച ജീവപരിത ശിക്ഷയാട്ടോ. പൈപ്പ് നോക്കി പോയാൽ നിങ്ങളെ അതെ കണ്ടു വിട്ടോ. പോലീസിന് ഇനി തണല് വഴിയൊന്നും വരുമോ? പെട്രോള് പോയാലും മൂച്ചാണ്. പോസ്റ്റർ ഇതുവരെ പോയിട്ടില്ലല്ലോ. പോസ്റ്റർ ഇതുവരെ പോയിട്ട് പുറത്തേട്ടുള്ള വഴി എത്താറായിട്ട് എനിക്ക് തോന്നുന്നത്. അവിടെ നല്ല നമുക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോ രണ്ടാമത്തെ കണ്ടോളാം. അപ്പൊ നമുക്ക് ഞാൻ പോസ്റ്ററൊക്കെ മാറും. പോസ്റ്റർ പറയുമ്പോൾ നമുക്ക് ഞാൻ ബൈക്കെല്ലാം നമ്മുടെ ഇതിനകത്താണ് കയറ്റിക്കൊണ്ട് വന്നത്. അപ്പോൾ 5 സ്റ്റാറാണ് നമ്മളെ പോലീസിനെ നേരെ നമ്മുടെ വേണ്ടി 10 കിലോമീറ്റർ കൂടുതൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് More cops! Look out! I can shoot if I have to. Tell me if I'm needed. Back across the other side, right? I'm just gonna keep driving. Look out! More rollers! അങ്ങനെ നമ്മുടെ പോസ്റ്റർ പോയിട്ടുണ്ട്. These cops off us! ഇനി നമുക്ക് ആ ബൈക്ക് നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റണം. എന്നിട്ട് നമുക്ക് അവിടെയാണ് ഇനി ബാക്കി പരിപാടി. ഷെയറൊക്കെ നമുക്ക് പിന്നെ തിരിക്കാം. ആദ്യം ഞാൻ ഇതൊന്ന് വണ്ടി ഇനിയിപ്പോ എങ്ങനെ അപ്പുറത്ത് എത്തിക്കും ഗൈസ്. അങ്ങനെ അപ്പുറം എത്തിച്ചിട്ടുണ്ട്. എങ്ങനെ എത്തിച്ചെന്ന് വെച്ചാൽ എനിക്കറിയാം. സിറ്റി മൊത്തം കറങ്ങിയാണ് വണ്ടി അപ്പുറം എത്തിച്ചത്. അങ്ങനെ ബൈക്കും കയറ്റി അങ്ങനെ നമ്മുടെ റോബറി സക്സസ്ഫുള്ളി. ഷെയറൊക്കെ വീട്ടിലെത്തിട്ട് അടിക്കാൻ പോകും. അപ്പൊ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. നമ്മള് കഷ്ടപ്പെട്ട് നമ്മളത് ചെയ്തിരിക്കുകയാണ്. നമുക്ക് മറ്റേ വീടിന്റെ വാടകളൊക്കെ നമുക്ക് ഇനി അടയ്ക്കാൻ കിടക്കുവാണ്. ഇപ്പൊ അവന്റെ ക്യാരേജിലേക്ക് എത്തിക്കണം. ക്യാരേജിന്റെ അടുത്താണ്. നമുക്ക് 4 ലക്ഷം 4 കോടി ഡോളർ അടുത്താണ് നമുക്ക് ആ ജ്വല്ലറി റോബി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ലത് ജ്വല്ലറി റോബി തന്നെയാണ് കേരളത്തില് നമ്മളവിടെ എത്തിയിട്ടുണ്ട്.
I won't say it went off without a hitch, but it went off. നമ്മുടെ ജ്വല്ലറി റോബറി അങ്ങനെ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കാം. ഞാൻ പറഞ്ഞില്ല ഇത് ടീം വർക്കാണ്. All right, people. ഓക്കെ, എല്ലാവരുടെ ഷെയർ വീട്ടിലെത്തിക്കുമ്പോ എല്ലാവർക്കും തരാം. Wait a minute. Who are you? അതൊരു തലമുണ്ട കേസാ. നിന്റെയൊക്കെ ഷെയർ ഞാൻ വീട്ടിലെത്തുമ്പോ തരാം. എല്ലാരും ഇപ്പൊ സന്തോഷമായിട്ട് പോ. ഓക്കെ ബൈ. നീ അവിടെ വന്നേ, ഇവിടെ ഒരു കാര്യം പറയട്ടെ. നിനക്കൊരു $100 കൂടുതൽ. നീ നല്ല ബൈക്ക് റൈഡർ കേട്ടോ. നീ കുറച്ച് കഴിയുമ്പോ വന്ന എനിക്ക് ആവശ്യമുള്ള പാവം പയ്യൻ, നല്ല ചെറുക്കന്മാര്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു ഗൈസ്. ബൈ 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 ബൈ.